അച്ഛൻ രണ്ട് വലിയ മാങ്ങയുമായിട്ട് നിൽക്കുകയാണ്. എൻ്റെ സുഹൃത്ത് സാരോണൻ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്. കുറച്ച് മാങ്ങ കൊണ്ട് തന്നു. അപ്പോൾ 2 മാങ്ങ കുഞ്ഞമ്മയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി ഞാനും അച്ഛനും കൂടെ വീട്ടിലോട്ട് പോവുകയാണ്. മാങ്ങയൊക്കെ കൊടുത്തു. അച്ഛനോട് അകത്തോട്ട് കയറാൻ പറഞ്ഞിട്ട് അച്ഛൻ കയറിയില്ല. അച്ഛൻ്റെ രാവിലത്തെ ഒരു മൈൻഡ് വേറൊരു മൈൻഡായിട്ട് നിൽക്കുകയാണ്. കുറച്ച് പിടിവാശിയൊക്കെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ അതുകൂടെ കേട്ടു, എൻ്റെ കൂടെ വന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കാപ്പി കുടിക്കണം. ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയാണ് അച്ഛന് കഴിക്കാനായിട്ട്. അങ്ങനെ വീട്ടിലെത്തി കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്കലത്തെ ഊണിനുള്ള പരിപാടിയാണ്. ഊണിന് പയറും ഉരുളക്കിഴങ്ങും സവോളയൊക്കെ കൊടുത്തുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. അതിനുശേഷം നല്ല ഉണ്ടമുളകൊക്കെ അരച്ച തേങ്ങ ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചന്തയിൽ പോയപ്പോൾ നമ്മുടെ ഒരു മീനുണ്ടായിരുന്നു. മീൻ മേടിച്ചു. ശകലം മത്തിയും ഒരു ശകലം നെത്തോലിയായിരുന്നു. അത് രണ്ടും ചെറുതായിട്ട് വറുത്തു. പിന്നെ സാധനങ്ങളോട് കൊണ്ടുവന്ന മാങ്ങ, അതിന് ഉപ്പിലിടണം. അതെല്ലാം കഴിവ് റെഡിയാക്കി വെച്ചു. ഉപ്പിലിടണം. പിന്നെ ഒരു 12 മണിയൊക്കെ ആയി. അച്ഛന് മോരുവെള്ളം കൊടുക്കാമെന്ന് വെച്ചു. നല്ല മുളകൊക്കെ ഉടച്ച് നല്ല അടിപൊളി മോരുവെള്ളമാണ്. അങ്ങനെ ഞാൻ മോരുവെള്ളമൊക്കെ എടുത്ത് അച്ഛനപ്പോഴത്തേക്ക് അച്ഛൻ കിടന്ന് ഉറക്കമാണ്. പിന്നെ അച്ഛനെ വിളിച്ചു. അച്ഛൻ എണീറ്റു. അച്ഛന് മോരുവെള്ളം കൊടുത്തു. അച്ഛന് വെള്ളം കുടിക്കാൻ ഭയങ്കര പാടാണ്. നിർബന്ധിച്ചിട്ടാണ് കുടിപ്പിക്കുന്നത്. പക്ഷേ ഇത് കൊടുത്തപ്പോൾ തന്നെ അച്ഛൻ കുടിച്ചു. ശകലം കുടിച്ചു നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. പക്ഷേ പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ഛന് നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ മോരുവെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഇപ്പം മാങ്ങ ഞാൻ ഉപ്പിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛനെ കഴിക്കാൻ ചോറെടുത്ത് വയ്ക്കണം. ചോറ്, ചമ്മന്തി, നെത്തോലി, മത്തി, മെഴുക്കുവരട്ടി, ചമ്മന്തി, മോര്. കഴിച്ചോട്ടെ. മോരൊഴിച്ചു തരും കേട്ടോ. മോരൊഴിക്കട്ടെ. അവിടെ ഉണ്ട് നല്ല മുളവില്ല ഒഴിക്കണം. ശാലം വീണ്ടുണ്ട്, കുഴപ്പമില്ല. എടുത്തട്ടെ. ചമ്മന്തി, ഇത് മെഴുക്കുവരട്ടി, ഉരുളക്കിഴങ്ങും പയറും കേട്ടോ, സവാള, പിന്നെ നെത്തോലി, മത്തി. ഇന്ന് കടയിൽ പോയപ്പം ഞങ്ങൾ മീൻ മേടിച്ചത് നെത്തോലി ശകലം ഇരിപ്പുള്ളായിരുന്നു. അവിടെ നെത്തോലി മീൻ ശകലം മീൻ ഇരിപ്പുള്ളായിരുന്നു. അങ്ങനെ 150 രൂപയ്ക്ക് മത്തിയും ശകല നെത്തോലിയും കൂടെ മേടിച്ചു. മത്തിയും നെത്തോലിയും കൂടെ വറുത്തു. എടുത്ത് വെച്ചാൽ നല്ല മീനാണ്. കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചമ്മന്തി അരച്ചു. കഴിച്ചത് പിന്നെ നല്ല ഉറക്കമായിരുന്നു. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒരു 11:30 ആയപ്പം കിടന്നു. ഞാൻ പിന്നെ ഒരു 12:15 ആയപ്പോൾ എണീറ്റ് മോരും വെള്ളം കുടിച്ചു. ഇല്ലയോ ചാ? ഞങ്ങൾ രാവിലെ കുഞ്ഞമ്മയുടെ അവിടെയൊക്കെ ഒന്ന് പോയി. നെത്തോലിയൊന്നും എടുത്തില്ല. നെത്തോലി മത്തി എടുത്തില്ല കേട്ടോ. കഴിക്കൂ കേട്ടോ. ഉണക്കമില്ല, നെത്തോലി കഴിക്കണേ. ശാല നെത്തോലി അച്ഛനും കൊണ്ട് വെച്ച് കൊടുത്തത്, അത് കഴിച്ചിട്ട് കേട്ടോ. കഴിക്കണമല്ലോ. ഓക്കെ, എന്തുവാ? ഓക്കെ. മീനും എല്ലാം എടുത്ത് കഴിക്കണം കേട്ടോ. ഓക്കെ.